അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സീദി റസൂലില്ലാ. വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞ നിമിഷം അല്ലേ? പുണ്യ റമളാനിലെ മഗ്ഫിറത്തിൻ്റെ വത്ത് നമ്മിലേക്ക് കടന്നു വന്നു. മഗ്ഫിറത്തിൻ്റെ വത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച രാവിലാണ് നമ്മളുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിപ്പിക്കാൻ അല്ലാഹ് തിരഞ്ഞെടുത്തൊരു രാവും പകലും, അതുപോലെ പരിശുദ്ധ റമളാനും എല്ലാം കൂടി ഇങ്ങനെ ക്ലബ്ബായി വരുമ്പോൾ വല്ലാതൊരു സന്തോഷം മുഅ്മിനിൻ്റെ മനസ്സിലുണ്ടാവുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ രാവിൻ്റെയും പകലിൻ്റെയും പുണ്യം കൊണ്ട് നമ്മെ മുസ്തഗ്ഫിരീങ്ങളിൽ, അള്ളാഹുവിൻ്റെ പാപമോചനം സിദ്ധിച്ച മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപമോചനം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് അല്ലേ? ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സംഗതിയാണ്. മനസ്സറിഞ്ഞൊരു 33 തവണ ചൊല്ലിക്കേ അസ്തഗ്ഫിറുല്ലാഹൽ അസീം. അതൊരു വൈകാരികതയോടെ ചൊല്ലണം കേട്ടോ, വല്ലാത്തൊരു സ്നേഹത്തോടെ അല്ലേ? അതായത് എനിക്കെൻ്റെ നാഥനോട് ഇഷ്ടമുണ്ടെങ്കിലാണ് ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ എൻ്റെ ഹൃദയം ഒന്ന് പിടയ്ക്കുള്ളൂ അല്ലേ? ഇപ്പം എൻ്റെ പ്രിയപ്പെട്ടവൾ എന്നോടൊരു തെറ്റ് ചെയ്തു എന്ന് വെക്കുക, എനിക്കിഷ്ടമല്ലാത്തൊരു സംഗതി ചെയ്തു, അവൾ എന്നോട് ആത്മാർത്ഥതയോടെ വന്ന് കാക്ക എന്നോട് പൊരുത്തപ്പെടണമെന്ന് പറയുമ്പോൾ അവളുടെ കണ്ണ് നിറയണമെങ്കിൽ എന്ത് വേണം? അവളുടെ കൽബിൽ എന്നോടുള്ള ഇഷ്ക് വേണം, മഹബത്ത് വേണം, സ്നേഹം വേണം. സ്നേഹം ഇല്ലെങ്കിൽ നമ്മൾ ദിക്കറിയണ പോലെ കാക്ക പോർക്കട്ടാ, അതിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. പ്രണയം വേണം. അപ്പോൾ എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരുന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടെ പ്രണയം നിറഞ്ഞ മനസ്സോടുകൂടെ ഒന്ന് ചൊല്ലിക്കേ അസ്തഗ്ഫിറുല്ലാഹൽ അസീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ العظيم أستغفر الله 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 العظيم. നിങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹിന്റെ മുമ്പിലേക്ക് ഒന്ന് ഇസ്തിഗ്ഫാർ ചെയ്താൽ മതി, അവൻ പുറത്തു തരാൻ തയ്യാറാണ്. അവൻ റബ്ബുൽ ആലമീനാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നതാരാ? വഹ്ശിയാണ് അല്ലേ? വഹ്ശി കൊല ചെയ്തപ്പോഴാണ് ഹിന്ദു വന്നിട്ട് ഹംസ റളിയല്ലാഹുവിൻ്റെ വയറൊക്കെ കീറി അതിൽ നിന്ന് വായിലേക്ക് കരളെടുത്ത് ചവച്ചു തുപ്പിയത് അല്ലേ? അതിന് കാരണക്കാരനാരാ? വഹ്ശിയാണ്. ആ വഹ്ശി ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ വന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വേള മുത്തുനബി പറഞ്ഞു പോയി, എൻ്റെ മുമ്പിലേക്ക് വരല്ലേ വഹ്ശി, എനിക്ക് എൻ്റെ ഹംസയെ ഓർമ്മ വരും. അത്രമേൽ വലിയ ക്രൂരമാം വിധം കൊന്നു കളഞ്ഞിട്ടുണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിനെ. ആര്? വഹ്ശി അല്ലേ? ഈ വഹ്ശി ഇസ്ലാമിലേക്ക് വരികയാണ്. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, വഹ്ശി നിങ്ങൾ ചെയ്ത തെറ്റെല്ലാം അല്ലാഹു പുറത്തു തരും, ഇസ്ലാമിലേക്ക് വന്നാൽ മതി. അപ്പോഴും വഹ്ശി റളിയല്ലാഹു അൻഹു ഒരു സമാധാനം കിട്ടണില്ല. ഞാൻ കൊന്നത് മുത്തുനബിയുടെ പിതൃവ്യനെയല്ലേ, അല്ലാഹു പൊറുക്കോ? അപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. എന്താ ആയത്തിന്റെ ഒരു ഗാംഭീര്യം നോക്കിയേ. തെറ്റ് ചെയ്ത മനുഷ്യന്മാരാണ് ഈ വിളിക്കണതല്ല, നമ്മളാരും അമ്പിയാക്കളൊന്നും അല്ലല്ലോ, തെറ്റ് ചെയ്തവരെ വിളിക്കണേ. ഖുൽ യാ ഇബാദി യാ ഇബാദി യാ ഇബാദി, എൻ്റെ അടിമകളെ, എൻ്റെ അടിമകളെ, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, നിങ്ങൾ പർവ്വത സമാനമായ തെറ്റുകളുടെ കൂമ്പാരങ്ങൾ ചെയ്തു കൂട്ടിയാലും ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ആശമുറിയരുതേ. അള്ളാഹിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ വിദൂരത്തല്ലേ? അള്ളണ്ട് നിങ്ങൾക്ക് ഞാനുണ്ടടാ, എൻ്റെ അടുത്തേക്ക് പോര്, എൻ്റെ അടുത്തേക്ക് പോര്. മനസ്സറിഞ്ഞ് ചൊല്ലിക്കേ അല്ലാഹുമ്മഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ,
اللهم اغفر لي ذنوبي يا رب العالمين 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 اللهم اغفر لي ذنوبي يا رب العالمين. രണ്ടാമത്തെ പത്തിൽ ധാരാളം പതിവാക്കേണ്ട ദിക്റാണ്, ദുആയാണിത്. അല്ലാഹുമ്മ ഗ്ഫിർലി, പടച്ചോനെ നീ എനിക്ക് പുറത്തു നൽകണേ അല്ലാ. യാ റബ്ബൽ ആലമീൻ, എൻ്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബേ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ തമ്പുരാനെ. രാവിലെയും വൈകുന്നേരം നമ്മൾ 10 തവണ ചൊല്ലിയിരിക്കേണ്ട ഒരു ദിക്റുണ്ട്. എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒക്കെ കാവലാണ്, അല്ലാഹുവിന്റെ പാപമോചനത്തിന് കാരണമാണ്. ഏതാണ് ആ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. കരുണക്കടലായ റബ്ബേ, ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് കാവലേകണേ അല്ലാഹ്. അപ്പോൾ പുണ്യ റമദാനിലെ ഏറ്റവും പുണ്യകരമായ ഒരു കാര്യമാണ് തസ്ബീഹ് ചൊല്ലുക എന്ന് പറയുന്നത്, അല്ലേ? ഒന്ന് ചൊല്ലിക്ക് ഒരു 11 തവണ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്.
തിങ്കളാഴ്ച രാവും പകലൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചൊല്ലേണ്ടത് മുത്തുനബിയുടെ സ്വലാത്ത് തന്നെയാണ് അല്ലേ? ഒന്ന് ചൊല്ലിക്കേ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തിൻ്റെ ഇടയിൽ ഒരു കാര്യം, നമ്മുടെ റിലീഫ് പദ്ധതിയുടെ കാര്യം മറക്കരുത് കേട്ടോ ആരും. 2 പാവപ്പെട്ട കുടുംബമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. പൈസ അയക്കാം, 2 നമ്പറിലും മാറി മാറി നോക്കുക. ചില സാങ്കേതിക തകരാറ് കൊണ്ട് ചിലയിടത്തേക്ക് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. പോകുന്നില്ലെങ്കിൽ ഇന്ന് നിയ്യത്താക്കി വെച്ചിട്ട് നിർബന്ധമായിട്ട് നാളെ ഇടുക. അങ്ങനെ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഒന്ന് ചൊല്ലിക്കേ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, നിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. അള്ളാന്റെ തിരുനോട്ടം ലഭിക്കാൻ ഒരു 33 തവണ ചൊല്ലിക്കേ. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് 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 മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم
سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ കരുണക്കടലായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞ് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പലരും മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ മക്കളുടെ എക്സാം എടുത്തു പ്രത്യേകം ദ്വാരക്കണം എന്ന് പറഞ്ഞവർ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ. യാ റബ്ബന, അതുപോലെ തന്നെ നമ്മുടെ ഈ സദസ്സിൽ, നമ്മുടെ ഈ റസാ വ്ലോഗ്സിൽ ഒരു മജ്ലിസ് കിട്ടിയാൽ ഉടൻ തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകട്ടെ. അതുപോലെ നമ്മുടെ റിലീഫ് പദ്ധതി ചേർത്ത് പിടിച്ചിട്ട് പല ആളുകളും ആ പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നവരുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവരുടെയും നമ്മുടെയൊക്കെ മുറാദുകൾ ഹാസിലാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറഹീമായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇതിന്റെ മിഥിൽ സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാഹ്, മദദ് നൽകണേ അല്ലാഹ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം നൽകണേ അല്ലാഹ്. ആ ഹബീബിനോടുള്ള മഹബ്ബത്ത് നൽകണേ അല്ലാഹ്. ആ മഹബ്ബത്തിലൂടെ നിന്നെ തിരിച്ചറിയാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ന്യൂനതകളേറെയുണ്ടെങ്കിലും ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പുകൾ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂൽ ചെയ്തില്ലെങ്കിൽ നിന്റെ നരകത്തിലെ വിറക് കഷ്ണങ്ങളാണ് അല്ലാഹ്. റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാഹ്. റമളാൻ പ്രതികൂലമാകുന്നവരിൽ പെടുത്തല്ലേ അല്ലാഹ്. റമളാൻ എതിരാകുന്നവരിൽ പെടുത്തല്ലേ അല്ലാഹ്. റമളാനിന്റെ ശുപാർശ നൽകണേ അല്ലാഹ്. ഖൽബിൽ ഒരുപാട് വേദനകളുണ്ട്, സങ്കടങ്ങളുണ്ട്. എല്ലാ സങ്കടങ്ങളും നീ അകറ്റണേ അല്ലാഹ്. ഏത് വിഷമത്തിലാണോ ഞങ്ങൾ പ്രയാസപ്പെടുന്നത് ആ പ്രയാസം നീ അകറ്റണേ അല്ലാഹ്. നിന്നോടുള്ള മഹബ്ബത്ത് തരണേ അല്ലാഹ്. ഖൽബൊന്ന് തുറന്നു തരണേ അല്ലാഹ്. നിന്റെ നൂറ് കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. കുടുംബങ്ങളിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഇണകളെ, സന്താനങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെയും നന്നാക്കണേ അല്ലാഹ്. നേർവഴിയിലാക്കണേ അല്ലാഹ്. ഒരുപാട് മക്കളാണ് പലവിധ പരീക്ഷകൾ എഴുതാൻ തയ്യാറെടുക്കുന്നത്. ഉന്നത വിജയം നീ നൽകണേ അല്ലാഹ്. ഉന്നത വിജയം നൽകണേ അല്ലാഹ്. ഉന്നത വിജയം നൽകണേ അല്ലാഹ്. യാ റബ്ബനാ യാ റബ്ബസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളെ പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. നീ അതെല്ലാം ഹാസിലാക്കണേ അല്ലാഹ്. കടക്കെണിയിൽപ്പെട്ടവരുണ്ട്, മോചനം തരണേ അല്ലാഹ്. തൊഴിലിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കടം പെരുകി വല്ലാത്ത അവസ്ഥയിലാണെന്ന് പറഞ്ഞവരുണ്ട്, കടങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. സ്ഥലം കച്ചവടമാകാതെ കിടക്കുന്നു, യാ റബ്ബനാ നീ എളുപ്പമാക്കണേ അല്ലാഹ്. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, കൊല്ലങ്ങളായി മരുന്ന് കഴിക്കുന്നവരുണ്ട്, യാ റബ്ബനാ നീ നൽകണേ അല്ലാഹ്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം നൽകണേ അല്ലാഹ്. ഈ സദസ്സിൽ പങ്കെടുക്കുന്നത് ഏത് മുറാദ് വെച്ചുകൊണ്ടാണെങ്കിലും
ആ മുറാദുകളെല്ലാം നീ നടപ്പിലാക്കണേ അല്ലാ യാ റബ്ബനാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ ആരെല്ലാം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ടോ അവരുടെ എല്ലാം കബറിടങ്ങളിലേക്ക് ഈ സദസ്സിന്റെ മിസ്ല് സവാബ് എത്തിക്കണേ അല്ലാ. സന്തോഷമേകണേ അല്ലാ, സൗഭാഗ്യങ്ങൾ നൽകണേ അല്ലാ, അദാബുകളിൽ നിന്ന് കാവലേകണേ അല്ലാ. ഞങ്ങൾ നൽകിയ ഹദിയകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ബാപ്പയെയും ഉമ്മയെയും നീ അദാബിലാക്കല്ലേ അല്ലാ. യാ റബ്ബനാ, ജീവിച്ചിരിക്കുന്നവർക്ക് ഞങ്ങളടക്കം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. നിന്റെ ത്വാഅത്തിലായി ജീവിക്കാൻ, നിന്റെ ത്വാഅത്തിലായി മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. പരിശുദ്ധ ഭൂമിയിൽ വന്ന് ഉംറ ചെയ്യാതെ, ഹജ്ജ് ചെയ്യാതെ, സിയാറ ചെയ്യാതെ ഞങ്ങളെ റൂഹ് നീ പിടിക്കല്ലേ അല്ലാ. മദീന കാണാതെ തിരിച്ചു വിളിക്കല്ലേ അല്ലാ. ഈ ദുനിയാവിലെ ചൂട് പോലും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങി കുളിച്ചു നിൽക്കുമ്പോൾ ആരാരും തുണയില്ലാത്ത സമയത്ത് സർവരേ ആലം താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൃത്യം 6 മണിക്ക് രാവിലെ സ്വഭാവ ഖൈറുണ്ട്. എല്ലാവരും പങ്കെടുക്കണം. ഈ മജ്ലിസ് ഇപ്പൊ പങ്കെടുത്തവർ തന്നെ ഈ രാവിലൊക്കെ കയറിയിട്ട് പങ്കെടുത്ത് വീണ്ടും വീണ്ടും അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.